അനാദികാലം മുതൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഈശ്വര സങ്കല്പമാണ് ശിവസങ്കല്പം. അത് ഒരുപാട് പ്രാചീനമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ മോഹൻജദാരോ, ഹരപ്പ തുടങ്ങിയ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള എവിഡൻസ് ഒരുപാട് നമുക്ക് കിട്ടും. ഈ ശിവസങ്കല്പത്തെ പിന്നീട് കാലക്രമേണ പല മഹർഷീശ്വരന്മാരിലൂടെ കടന്നു വന്നപ്പം ദ്വൈതവാദമായും അദ്വൈതവാദമായും ദ്വൈതാദ്വൈതവാദമായുമൊക്കെ മാറി. അതിലുണ്ടായിരുന്ന പല സമ്പ്രദായങ്ങളും ഇന്ന് വാസ്തവത്തിൽ നിലവിലുമില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ കവാലികന്മാർ, കാലമുക്ക് തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ഇന്ന് വാസ്തവത്തിൽ നിലവിലില്ലാത്തതാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പുസ്തകങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. ഇതിൽ ദ്വൈതവാദത്തിൽ ശ്രീപരമേശ്വരൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമുള്ള പോലെ പാർവതിയുടെ പതിയായിരിക്കുന്ന, കൈലാസത്തിൻ്റെ നാഥനായിരിക്കുന്ന, പുരാണങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ശ്രീപരമേശ്വരൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭഗവാൻ. അതേസമയം അദ്വൈതവാദത്തിൽ പറയുന്ന ശിവസങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന പരമമായ ബോധം. പ്രപഞ്ചം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലും പ്രപഞ്ചത്തിലും പ്രപഞ്ചാതീതമായി നിൽക്കുന്ന ഇറ്റേണലായിരിക്കുന്ന ആ പരമബോധം, അതാണ് ശിവം. ഈ രണ്ട് സങ്കല്പങ്ങളൂടെ ചേർത്തിട്ടാണ് ദ്വൈതാദ്വൈതവാദം വരുന്നത്.